നിങ്ങളൊരു നൊട്ടോറിയസ് ബിരിയാണി ലവറാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കാണ്. അപ്പോൾ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനായിട്ടൊരു ജാർ എടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അങ്ങ് എടുക്കുക. ഇനി വേണ്ടത് ഒരേ ഒരു കുക്കർ മാത്രം, വേറെ ഒന്നും വേണ്ട. ഒരു കുക്കർ എടുത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, എല്ലാ റോ സ്പൈസസും ഇടുക. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേ ലീഫ്, അങ്ങനെ എല്ലാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടുമ്പോൾ ഒരു പിങ്ക് കളർ ഷെയ്ഡാവും. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴട്ടുക. ഇനി നമ്മുടെ ഗ്രീൻ പീസ് റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആ ഒരു പച്ചമുളകൊക്കെ മാറി മസാലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഓപ്ഷണലാണ് ഈ പറയുന്ന ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി. ആ ഒരു എരിയൊക്കെ ഒന്ന് സെറ്റാക്കി വരാൻ വേണ്ടിയിട്ടും ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടുമാണ്. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ കഴുകി ചൂടുവെള്ളത്തിൽ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ ഇന്ന് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു മഷ്റൂമിൽ ഫുൾ മസാലയൊക്കെ പിടിക്കുന്നവരെ. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ റൈസ് തന്നെ എടുക്കാൻ ശ്രമിക്കണേ, കൈമാ റൈസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുഞ്ഞു റൈസ്. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 1 or 2 വിസിൽ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് റെഡിയാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദൊണ്ണെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കർണാടക സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയണേ. ടാറ്റാ.